ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചെറിയ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ പേര് എനിക്ക് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ടി ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടി ഡി എസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാൽക്കുലേറ്റ് ചെയ്യാനില്ല. സാധാരണ പോലെ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാം, ടോട്ടൽ ഇൻകം കാണാം. അതിനുശേഷം നമ്മൾ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നു. ടാക്സ് ലയബിലിറ്റി കിട്ടും നമുക്ക്. അതായത് നമ്മൾ അപ് ടു 2,50,000 നെക്സ്റ്റ് 2,50,000 5%, നെക്സ്റ്റ് 5 lakhന് 20%, ബാലൻസിന് 30% നമ്മൾ ടാക്സ് ലയബിലിറ്റി കാണും. അതിൻ്റെ കൂടെ 4% HSC ആഡ് ചെയ്തിട്ട് നമുക്കൊരു എമൗണ്ട് ടാക്സ് ആയിട്ട് കിട്ടുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് 36,000 ആണ് നമുക്ക് 4% HSC കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ടാക്സ് എങ്കിൽ ഈ ടാക്സ് എമൗണ്ടിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ നമുക്ക് മന്ത്ലി TDS കിട്ടും. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയ എമൗണ്ടിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി TDS കിട്ടും. അല്ലാതെ TDS പ്രത്യേകിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ഇല്ല. നമ്മൾ സാധാരണ പോലെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 12 ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മന്ത്ലി TDS കിട്ടും. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സും പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടെന്ന് തോന്നില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻസ് ടാക്സിന്റെ കേസ് പറയുവാണെങ്കിൽ അഡ്വാൻസ് ടാക്സ് വരുന്നത് അതായത് ജൂൺ 15th ആണെങ്കിൽ 15%, സെപ്റ്റംബർ 15th ആണെങ്കിൽ 30%, ഡിസംബർ 15th ആണെങ്കിൽ 30%, മാർച്ച് 15th ആണെങ്കിൽ 25%. ടോട്ടൽ വരുമ്പോൾ 100% വരണം. ഈ ഒരു രീതിയിൽ ജൂൺ 15 ആകുമ്പോൾ 15%, സെപ്റ്റംബർ 15 ആകുമ്പോൾ 30%, ഡിസംബർ 15 30%, മാർച്ച് 15 25%. ഇനി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ടാക്സ് ലയബിലിറ്റി, നമ്മൾ ടാക്സ് അടക്കേണ്ട എമൗണ്ട് ആദ്യം കണ്ടുപിടിക്കണം. സാധാരണ പോലെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. നോർമൽ പ്രൊവിഷനും BSCയും കാണാം, ഏതാണ് കുറവ് അതായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നോർമൽ പ്രൊവിഷൻ പ്രകാരം നമ്മൾ അടക്കേണ്ട ടാക്സ് 52,310 ആണെന്ന് വിചാരിക്കുക. 52,310 നമ്മുടെ ടാക്സ് ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചത്, HSC ആഡ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി ഇതിന്റെ അഡ്വാൻസ് എന്ന് പറയുമ്പോൾ ജൂൺ 15 വരുന്ന സമയത്ത് 52,310ന്റെ 15% കാണണം. എത്ര വരും? 7,850 വരും. 7,850. ഇനി സെപ്റ്റംബർ 15, സെപ്റ്റംബർ 15ന് 52,310ന്റെ 30% എത്ര വരും? 15,690. അതേപോലെ ഡിസംബർ 15 52,310ന്റെ 30% എത്ര തന്നെ വരും? 15,690. ദെൻ മാർച്ച് 15ന് ലാസ്റ്റ് 25% ആണ്. 52,310ന്റെ 25% എന്ന് പറയുമ്പോൾ എത്ര വരും? 13,080. ഇനി ഇതെല്ലാം ടോട്ടൽ ചെയ്ത് നോക്കി. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടും? 52,310. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ജൂൺ 15ന് 15%, സെപ്റ്റംബർ 15ന് 30%, ഡിസംബർ 15ന് 30%, മാർച്ച് 15ന് 25%. അപ്പോൾ നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ത് പറഞ്ഞാൽ നമ്മൾ ടാക്സ് ലയബിലിറ്റി കാണണം. അതിൻ്റെ മുകളിലാണ് ഈ പറയുന്ന റേറ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഒന്നും TDSഉം ഒന്ന് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് ടാക്സ്. TDS പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്ത് ചെയ്താൽ മതി? നമ്മൾ സാധാരണ പോലെ ടാക്സ് ലയബിലിറ്റി കാണാൻ ഡിവൈഡ് ബൈ 12 ചെയ്യാം. മന്ത്ലി TDS ആയിരിക്കും ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.